ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ പുതിയൊരു പ്രൊമോ വീഡിയോയിലേക്ക് സ്വാഗതം. പ്രൊമോയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിയെ വിളിച്ചിട്ട് രേവതി പറയുന്നുണ്ടല്ലോ അമ്പലത്തിലേക്ക് വരാനായിട്ട്. ആദ്യമൊക്കെ സച്ചി മടിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും അച്ഛൻ പറഞ്ഞിട്ടാണ് താൻ വിളിച്ചതെന്നും അച്ഛൻ്റെ കയ്യിൽ താൻ ഫോൺ കൊടുക്കാമെന്നൊക്കെ രേവതി പറയുന്ന സമയത്ത് വേണ്ട രേവതി, ഞാൻ അമ്പലത്തിലേക്ക് വരാമെന്ന് സച്ചി സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ വളരെയധികം സന്തോഷത്തോടെ തന്നെയാണ് രേവതി കോള് കട്ട് ചെയ്യുന്നത്. അതിനുശേഷം എല്ലാവരും കൂടെ കൂടിയിട്ട് കുടുംബക്ഷേത്രത്തിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അവിടെ ചെന്നതിന് ശേഷം നമ്മുടെ ശ്രുതിക്കുള്ള ഓരോരോ ആചരണങ്ങൾ, അതായത് അച്ഛനെ ജയിലിൽ നിന്ന് ഇറക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ശ്രുതി ഓരോ ചടങ്ങുകൾ ചെയ്യുകയാണ്. ചെന്ന വഴി തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം അമ്പലത്തിൽ നിന്ന് തന്നെ ഒരു കുടം വെള്ളം എടുത്ത് ശ്രുതിയുടെ തലവഴി ഒഴിക്കുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല അമ്പലത്തിന് ചുറ്റും ശയനപ്രതിഷ്ഠയ്ക്ക് ചെയ്യിക്കുകയും മാത്രമല്ല കർപ്പൂരവുമായിട്ട് നമ്മുടെ ചന്ദ്ര വരുന്ന സമയത്ത് ശ്രുതി ചോദിക്കുന്നുണ്ട്, അമ്മ ഇത് തളികയിൽ വെച്ച് കത്തിക്കാനുള്ളതാണ് എന്ന് ചോദിക്കുന്ന സമയത്തല്ല, ശ്രുതിയുടെ കയ്യിൽ വെച്ച് കത്തിക്കാനുള്ളതാണെന്ന് ചന്ദ്ര പറയുന്ന സമയത്ത് ശ്രുതി ആകെ പേടിച്ചുകൊണ്ട് ശ്രുതി പറയുന്നുണ്ട്, അയ്യോ ആൻറ്റി എനിക്ക് ഇതൊന്നും സാധിക്കില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ശ്രുതി, ഇതെല്ലാം നിന്റെ അച്ഛന് വേണ്ടിയിട്ടാണ്, നീ ചെയ്തേ മതിയാകൂ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര തന്നെയാണ് ശ്രുതിയുടെ കയ്യിലേക്ക് കർപ്പൂരം വെച്ച് കൊടുക്കുന്നത്. ആ കർപ്പൂരം കൊളുത്തുന്നു കേട്ടോ. അതിനുശേഷം ചന്ദ്ര നിർബന്ധിച്ച് തന്നെ ശ്രുതിയുടെ കയ്യിൽ ദേവിയുടെ വിഗ്രഹത്തിന് മുന്നിലായിട്ട് ഒഴിയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് ശ്രുതി ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ ഇതിൽ തന്നെ നമ്മുടെ സച്ചി അമ്പലത്തിലേക്ക് വരുന്നുണ്ട്. ശ്രുതിയുടെ കരച്ചിലും കയ്യിൽ വെച്ച് കർപ്പൂരം കത്തിക്കണം എന്നൊക്കെ നമ്മുടെ ചന്ദ്ര പറയുന്ന കേൾക്കുമ്പോഴത്തേക്കും സച്ചിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാണ്. കാരണം അതേ രീതിക്ക് ഒരുപാട് ഉപദ്രവങ്ങൾ നമ്മുടെ രേവതിയോടായിട്ട് ശ്രുതി ചെയ്യുന്നുണ്ടല്ലോ. അതിനെല്ലാം തന്നെ നല്ലൊരു തിരിച്ചടി തന്നെയാണ് ആ ഒരു സമയത്ത് ശ്രുതിക്ക് കിട്ടുന്നത്. അപ്പോൾ സച്ചിയുടെ സന്തോഷം കാണുന്ന സമയത്ത് രേവതി പറയുന്നത്, സച്ചിയായിട്ട് നിങ്ങളൊന്നും മിണ്ടാതിരിക്കുകയെന്ന് പറയുന്നുണ്ട്. ഇതേ സമയം തന്നെ നമ്മുടെ സച്ചി വരുന്നത് അമ്പലത്തിലേക്ക് വരുന്നത് നീലിമയും കൂട്ടിക്കൊണ്ടാട്ടെ. എന്നാൽ സുധീർ അനിയനാണ് സച്ചി എന്ന് മനസ്സിലാക്കാതെ തന്നെയാണ് നീലിമ സച്ചിയുടെ അമ്പലത്തിലേക്കായിട്ട് ചെല്ലുന്നത്. അമ്പലത്തിന് മുന്നിൽ നിന്ന് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ സുധി ഫോൺ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഈ സമയത്ത് രണ്ടുപേരും പരസ്പരം കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തോട് കൂടിയിട്ടാണ് പ്രൊമോ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.